വെൽക്കം ടു ഉരുളക്കി ഉപ്പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പറയൂ ഇന്നത്തെ ദിവസം ഓർമ്മ ഉണ്ടെന്ന് അറിയണമല്ലേ? മക്കളെ, നമ്മള് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഒരു 29 വർഷം ആവുന്നു. ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ അമ്മയ്ക്ക് ഒരു സാധനം ഞാൻ കൊടുക്കുകയാണ്. നോക്ക്, ഗിഫ്റ്റ് തരുമ്പോ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കല്ലേ? പറ്റിക്കാണെന്ന് അറിയണ്ട. എന്റെ ജീവിതത്തിൽ 5-6 ഓഗസ്റ്റ് 31 കഴിഞ്ഞ് അപ്പോഴെല്ലാം പിള്ളേരൊക്കെയാണ് എനിക്ക് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് ഇപ്പോഴും ദൈവമേ, എനിക്കത് ആലോചിക്കാൻ പറ്റും. എന്താണ് ഗിഫ്റ്റ്? മൂക്കുത്തിയാണ്. സേഫ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് എന്റെ ആവശ്യമാണ്. അതുകൊണ്ട് നിനക്ക് നല്ലൊരു മാസ്ക് കൊടുത്ത ആദ്യത്തെ ഭർത്താവ് ഇത് കാണുമ്പോ മനസ്സിലാത്ത ഇത്രയും വർഷം എങ്ങനെയാണ് മക്കളെ. നല്ല ഗിഫ്റ്റ് അല്ലേ? ഞാൻ പറയാം, ആരും ആനിവേഴ്സറി ഒന്നും മേടിച്ചു കൊടുത്താലേ പെണ്ണുങ്ങൾക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ മേടിക്കണ്ടേ. അതുകൊണ്ട് ഭർത്താവ് എന്ത് ഗിഫ്റ്റ് എന്നാലും നമ്മൾ സ്നേഹത്തോടെ വാങ്ങണം. പക്ഷെ ഇതിന്റെ സ്നേഹത്തിന്റെ പറയുമ്പോ ഞാൻ വെച്ചിട്ടുണ്ട് അച്ഛൻ അമ്മക്ക് തന്നെ ചിരി പറയാം, കാരണം അമ്മക്ക് തന്നെ അറിയാം എന്താണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, എനിക്ക് മാസ്ക് എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഇതായിരിക്കും എന്റെ ഉദ്ദേശമായിരിക്കും തന്നത്. പക്ഷെ സംസാരിക്കാൻ അനുകൂലങ്ങളെ മനസ്സിനകത്ത് വെച്ച് പിന്നെ ഉള്ള കാര്യം തുറന്നു പറയുക എന്റെ സ്വഭാവമാണ്. എന്നുവെച്ചാൽ അല്ല, അതൊക്കെ ഇനി നിങ്ങളുടെ കഥ പറ. കഥയൊക്കെ എന്തോന്ന്, ഈ ഓഗസ്റ്റ് 31 എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതാ ചെറുമക്കളെ എന്നാലും ഇതുപോലെ ഗിഫ്റ്റ് അയ്യോ എന്റെ പൊന്നോ. നിങ്ങളെ കല്യാണം കഴിച്ചത് ആറ്റുകാലിലാണ്. ആറ്റുകാലില് 8-20-9 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഞങ്ങൾ വിവാഹിതയായി. അത് കൊടുക്കേ മറ്റു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞോ അമ്മ പറഞ്ഞോ. ഭർത്താവ് എന്ത് ഗിഫ്റ്റ് തന്നാലും വാങ്ങണത്. പക്ഷെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, ഞാൻ മേടിക്കുകയാണ്. പക്ഷെ ഇതുപോലെ ആർക്കും ഒരു ഭർത്താക്കന്മാരും ഒരു ഭാര്യ ഇത് വെച്ചോണ്ട് ഇത്ര സംസാരിക്കും. പക്ഷെ അതാണ് ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എല്ലാ കൂട്ടത്തിലും. പക്ഷെ എന്തിനാ അത് കിട്ടിയിട്ട് ഞാനത് നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല, പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി കഥ പറ. ഇപ്പൊ എവിടെയാണ് പോണത്? ഇപ്പൊ ആറ്റുകാൽ അമ്പലത്തിൽ വന്ന് തൊഴാൻ പോണ്. അമ്മയുടെ സ്ഥാനത്ത് അമ്മയെ കാണണം എന്ന്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവര് പറകെ വരും. അയ്യോ എന്റെ പൊന്നമ്മോ. വേറൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട്, കണ്ടല്ലോ? നീ കണ്ടാ മതി. 2 ദിവസം മധുരം. ലിബർട്ടിയുടെ ഒരു ചെരുപ്പ്. അമ്മക്കൊരു സംശയം. ആദ്യം കിട്ടിയത് എനിക്ക് വയ്യ. എന്റെ ദൈവം, കറക്റ്റ് സൈസ് വെച്ചാ അച്ഛനറിയാം എന്റെ സൈസ് 7. തിരിച്ചെന്തോ കൊടുത്ത് തിരിച്ചാണ് 2 മക്കളെ. അയ്യോ നല്ല ചെരുപ്പ്. എന്റെ അമ്മ അടിച്ചു മാറ്റും. ഗിഫ്റ്റ് കിട്ടിയൊന്നും പറഞ്ഞില്ല, അതിനെ കൊറേ പറഞ്ഞു. ഗിഫ്റ്റിനൊന്നും പറഞ്ഞില്ല. എനിക്ക് 2 ചെരുപ്പ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. മക്കളെ കൈ വെച്ചോ. ഞാൻ ഈ കള്ളി പേഴ്സ് തുറന്ന് എടുത്ത് അമ്മൂമ്മയുടെ. കൈ വെച്ചോണേ, രണ്ടുമ കൈ വെച്ചോണേ. അമ്പോറ്റി. അയ്യോ എന്തോന്ന്
അല്ല ചായ വേണ്ട വെള്ളം ഞങ്ങൾ ഊണ് കഴിക്കാൻ പഠിപ്പുര വന്ന ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. പോത്തങ്കട ഒരു സ്ഥലത്തിൻ്റെ പേരെന്താണ്? വേളാവൂർ സ്ഥലത്തെ പഠിപ്പുര കഴിക്കാനൊക്കെ. മുട്ടായി വേണം അത് കൊടുത്താൽ ഒരു വീല് കൊടുക്ക്. ഒരു വീല് ഇങ്ങനെ കിളിക്കണം. ബ്രേക്ക് സമയത്തിന് മുമ്പ് അല്ലേ? ആ ബ്രേക്ക് എപ്പോഴത്തേക്ക് നേരം കൊണ്ടുവന്നു. ബ്രേക്ക് തീരുന്നതിന് മുന്നേ അവിടെ ചെന്ന് കയറും. അതേത് കളറാ? വയലറ്റ്. ആ അത് ഇല്ല, അവള് വീട്ടിൽ പോയി. എന്ത് വേണം? എന്ത് പറയാം. ഞങ്ങളിവിടെ വന്നു പഠിപ്പുര അല്ലേ ഹോട്ടലിൽ വന്ന് നല്ല ഭക്ഷണമാണ്. എന്തായാലും വരണവരൊക്കെ വരിക, ഇവിടെ വന്ന് കഴിച്ചിട്ട് തൃപ്തിയായിട്ട് പോവുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ തൃപ്തിയായി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇനി അമ്മൂനെ കൊണ്ട് അമ്മൂന്നിട്ട് മൃദുലയെ കൊണ്ടുവന്ന് ഷൂട്ടിംഗ് സെറ്റിലാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തും.